എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിൻ്റെ ഭൂമി കഥയും കാര്യവും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ഭൂമിയുടെ ആകൃതി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഭൂമി ഗോളാകൃതിയിലാണ്. പുരാതന കാലം മുതൽ ഭൂമിയുടെ ആകൃതി ആളുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു. വളരെ കാലം ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നത് മറ്റൊരു വസ്തുതയാണ്. ഭൂമിയുടെ ആകൃതിയെപ്പറ്റി വിശദീകരിച്ച ചില തത്വചിന്തകരെയും ശാസ്ത്രജ്ഞരും നമുക്ക് ആദ്യം പരിചയപ്പെടാം. BCE 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഗ്രീക്ക് തത്വചിന്തകരായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത്. ആ കാലഘട്ടത്തിൽ ഈ ആശയത്തോട് വളരെയധികം വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീട് കോപ്പർനിക്കസ് ഈ ആശയത്തെ പിന്താങ്ങി. ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭട്ടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്നു. വർഷങ്ങൾക്കു ശേഷം മഗലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. സർ ഐസക് ന്യൂട്ടൻ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതിയല്ലെന്ന് കണ്ടെത്തി. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് ഭൂമിയുടെ ശരിയായ ആകൃതി? ഭൂമിക്ക് യഥാർത്ഥത്തിൽ ജിയോയിഡ് ഷേപ്പാണ്. 1687 സർ ഐസക് ന്യൂട്ടൻ തൻ്റെ ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിൽ ഭൂമിയുടെ ആകൃതി, ഭൂതലത്തിലെ ഗ്രാവിറ്റി വ്യതിയാനം തുടങ്ങിയവയെക്കുറിച്ച് പറയുന്നു. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് വിളിക്കുന്നു. ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി അഥവാ എർത്ത് ഷേപ്പ് എന്നാണ്. ഭൂമിയുടെ കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് 40,000 കിലോമീറ്ററാണ്. ഭൂമധ്യരേഖയുടെ ചുറ്റളവ് 40,075 കിലോമീറ്റർ. ഭൂമിയുടെ ധ്രുവീയ ചുറ്റളവ് 40,008 കിലോമീറ്റർ. ഭൂമധ്യരേഖയുടെ വ്യാസമാണ് 12,756 കിലോമീറ്റർ. ധ്രുവീയ വ്യാസം 12,713 കിലോമീറ്റർ. ഭൂമിയുടെ ഷേപ്പാണ് ജിയോയിഡ്. ജീൻ ബലീവോയുടെ യാത്ര. കനേഡിയൻ സാഹസിക സഞ്ചാരിയാണ് ജീൻ ബലീവോ. കാൽനടയായും കപ്പൽ വഴിയായും 11 വർഷങ്ങൾ കൊണ്ട് ഭൂമിയെ വലം വെച്ചു. 2000 ഓഗസ്റ്റ് 18 തുടങ്ങി 2011 ഒക്ടോബർ 16 അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിച്ചത്. ഇറാത്തോസ്തനീസ്. ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാത്തോസ്തനീസ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് ഇദ്ദേഹമാണ്. സൂര്യരശ്മികളുടെ കോണിൻ്റെ അടിസ്ഥാനത്തിൽ ചുറ്റളവ് 2,50,000 സ്റ്റാഡിയ ആണെന്ന് കണ്ടെത്തി. സ്റ്റാഡിയ എന്നാൽ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു അളവുകോലാണ്. ഒരു സ്റ്റാഡിയ എന്നത് 185 മീറ്ററാണ്. ഇത് ഏറെക്കുറെ ശരിയായിരുന്നു. ആധുനിക സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന കാലത്ത് ഇത്രയും കൃത്യമായി ചുറ്റളവ് കണക്കാക്കിയത് അവിശ്വസനീയമാണ്. ഇറാത്തോസ്തനീസിൻ്റെ കൃതികളാണ് മിൻസ്, ഹെർമിസ് എന്നിവ. ഭൂമിയിലെ വരകൾ. ഗോളാകൃതിയും അതിവിശാലവുമായ ഭൂമിയിൽ ഒരു പ്രദേശത്തിൻ്റെയോ വസ്തുവിൻ്റെയോ സ്ഥാനനിർണയം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്ഥാനനിർണയത്തിന് വേണ്ടി ഭൂമിയിൽ നെടുകയും കുറുകയും ചില സാങ്കല്പിക രേഖകൾ വരച്ചിട്ടുണ്ട്. ഇവയുടെ സഹായത്താലാണ് ഭൂമിയിൽ സ്ഥാനനിർണയം നടക്കുന്നത്. ഈ വരകൾ ഓരോന്നും കൃത്യമായ കോണീയ അളവോട് കൂടിയാണ് വരച്ചിരിക്കുന്നത്. അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും. ചിത്രം ശ്രദ്ധിക്കൂ. ചിത്രത്തിൽ നെടുകെ കാണുന്ന വരകളെ അക്ഷാംശ രേഖകളെന്നും കുറുകെ കാണുന്ന വരകളെ രേഖാംശ രേഖകളെന്നും വിളിക്കുന്നു. ഗ്ലോബിലും ഭൂപടത്തിലുമൊക്കെ കാണുന്ന ഈ രേഖകൾ സാങ്കല്പിക രേഖകളാണ്. അക്ഷാംശ രേഖകളുടെയും രേഖാംശ രേഖകളുടെയും സഹായത്താലാണ് ഭൂമിയിൽ സ്ഥാനനിർണയം നടത്തുന്നത്. അക്ഷാംശ രേഖകൾ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകളുണ്ടാകും. ഗ്ലോബിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന അക്ഷാംശ രേഖയാണ് ഏറ്റവും വലുപ്പമേറിയത്. ഈ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഈ രേഖയുടെ കോണീയ അളവ്
0 ഈ രേഖയ്ക്ക് 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കുമായി കാണുന്ന അക്ഷാംശങ്ങൾ വൃത്തങ്ങളാണ്. ഇവ യഥാക്രമം ഉത്തര ധ്രുവമെന്നും ദക്ഷിണ ധ്രുവമെന്നും അറിയപ്പെടുന്നു. മറ്റ് അക്ഷാംശരേഖകളെല്ലാം തന്നെ വൃത്തങ്ങളാണ്. ഇവ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരച്ചിട്ടുള്ള വൃത്തങ്ങളായി കാണുന്നു. ഭൂമിയുടെ അച്ചുതണ്ട്. നമ്മുടെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തിലൂടെ കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡാണ് അച്ചുതണ്ട്. ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഭൂമി കറങ്ങുന്നത്. പ്രധാന അക്ഷാംശരേഖകൾ. ചിത്രം ശ്രദ്ധിക്കൂ. ഗ്ലോബിൽ അടയാളപ്പെടുത്തിയ പ്രധാന അക്ഷാംശരേഖകളാണ് 0 ഡിഗ്രി ഭൂമധ്യരേഖ, 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖ, 66.5 ഡിഗ്രി വടക്ക് ആർട്ടിക് വൃത്തം, 66.5 ഡിഗ്രി തെക്ക് അന്റാർട്ടിക് വൃത്തം. ഇവയാണ് പ്രധാന അക്ഷാംശരേഖകൾ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖയാണ് 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ. ഇനി ചില ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം ഏതാണ്? ഉത്തരാർദ്ധഗോളം. ഭൂമധ്യരേഖയുടെ തെക്ക് സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളമാണ് ദക്ഷിണാർദ്ധഗോളം. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാണ്? ഭൂമധ്യരേഖ. രേഖാംശരേഖകൾ. ഗ്ലോബിൽ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചു വരച്ചിരിക്കുന്ന രേഖകളാണ് രേഖാംശരേഖകൾ. അക്ഷാംശരേഖകൾക്ക് ലംബമായി വരച്ചിട്ടുള്ള വക്രരേഖകളാണിവ. 0 ഡിഗ്രി അക്ഷാംശരേഖയെ നമ്മൾ ഭൂമധ്യരേഖ എന്ന് വിളിച്ചു. അതുപോലെ 0 ഡിഗ്രി രേഖാംശരേഖയാണ് മാനക രേഖാംശം. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം. ഇങ്ങനെ മാനക രേഖാംശത്തിൽ നിന്നും ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖകൾ. മാനക രേഖാംശത്തിന് ഇരുവശവുമായി 180 ഡിഗ്രി വീതം രേഖാംശമാണ് ഉള്ളത്. കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശരേഖകളെ കിഴക്ക് രേഖാംശരേഖകളെന്നും പടിഞ്ഞാറ് അർദ്ധഗോളത്തിലുള്ളവയെ പടിഞ്ഞാറ് രേഖാംശരേഖകളെന്നും വിളിക്കുന്നു. ഭൂമിയെ കിഴക്ക്, പടിഞ്ഞാറ് എന്നീ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖാംശരേഖയാണ് 0 ഡിഗ്രി രേഖാംശവും 180 ഡിഗ്രി രേഖാംശവും ചേരുന്നതിലൂടെ രൂപപ്പെടുന്ന രേഖാംശരേഖകൾ. ഭൂപടം ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇന്ത്യയുടെ സ്ഥാനം നിർണ്ണയിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യയുടെയും ചില അയൽ രാജ്യങ്ങളുടെയും സ്ഥാനമാണ് പട്ടികയിലുള്ളത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അക്ഷാംശരേഖ 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിലായും രേഖാംശരേഖ 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിലായാണ്. നേപ്പാൾ അക്ഷാംശരേഖ 30 ഡിഗ്രി വടക്കിനും 26 ഡിഗ്രി വടക്കിനും ഇടയിലായും രേഖാംശരേഖകൾ 80 ഡിഗ്രി കിഴക്കിനും 88 ഡിഗ്രി കിഴക്കിനും ഇടയിലായാണ്. USA സ്ഥാനമാണ് അക്ഷാംശം 25 ഡിഗ്രി വടക്കിനും 71 ഡിഗ്രി വടക്കിനും ഇടയിലായും രേഖാംശരേഖ 67 ഡിഗ്രി പടിഞ്ഞാറിനും 172 ഡിഗ്രി പടിഞ്ഞാറിനും ഇടയിലായും. ചൈനയുടെ സ്ഥാനം അക്ഷാംശരേഖ 53 ഡിഗ്രി വടക്കിനും 20 ഡിഗ്രി വടക്കിനും ഇടയിലായും രേഖാംശരേഖ 73 ഡിഗ്രി കിഴക്കിനും 134 ഡിഗ്രി കിഴക്കിനും ഇടയിലായാണ്. രാവും പകലും. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് വിളിക്കുന്നത്. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുന്നത് ഭ്രമണം മൂലമാണ്. ഭ്രമണം മൂലം സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗം പ്രകാശിതമാകുന്നതിനാൽ പകൽ അനുഭവപ്പെടുന്നു. എന്നാൽ മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഭൂമിയുടെ ഭ്രമണകാലം എന്നത് 24 മണിക്കൂറാണ്. ഉദയവും അസ്തമയവും. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് തോന്നുന്നത്. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. മാറുന്ന കാലങ്ങൾ. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. ഈ വലം വയ്ക്കൽ പരിക്രമണം എന്ന് അറിയപ്പെടുന്നു. ഭൂമിയുടെ പരിക്രമണമാണ് വിവിധ കാലങ്ങൾ അനുഭവപ്പെടുന്നതിന് കാരണം. ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് 365 ദിവസങ്ങൾ വേണ്ടിവരും. മണിക്കൂറിൽ 96,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി പരിക്രമണം ചെയ്യുന്നത്. 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ഭൂമി കഥയും കാര്യവും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 10th മെയ്സിന് പഠിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.